അർജുൻ വീണ്ടും വാർത്തകളിൽ നിറയുന്നു. ലോറി ഉടമ മനാഫും അർജുന്റെ കുടുംബവും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് അർജുനെ വീണ്ടും മീഡിയയിൽ എത്തിക്കുന്നത് എന്ന് മാത്രം. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ അർജുനെയും ലോറിയെയും കാണാതായത് മുതൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ലോറി ഉടമയായ മനാഫ്. അർജുന്റെയും ലോറിയുടെയും അവശിഷ്ടങ്ങൾ തിരച്ചിൽ കണ്ടെത്തിയതിന് പിന്നാലെ മനാഫിനെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ അഭിനന്ദനങ്ങളിൽ പൊതിഞ്ഞിരുന്നു. പിന്നാലെയാണ് മനാഫിനെ തള്ളിപ്പറഞ്ഞ് അർജുന്റെ കുടുംബം രംഗത്ത് വന്നത്. അർജുൻ എന്ന വൈകാരികതയെ മനാഫ് യൂട്യൂബിലൂടെ വിൽക്കുകയാണെന്നും മനാഫ് പ്രവർത്തിക്കുന്നത് PR ഏജൻസി പോലെയാണെന്നുമാണ് അർജുന്റെ കുടുംബം ഉയർത്തിയ പ്രധാന ആരോപണങ്ങൾ. കുടുംബത്തെക്കുറിച്ച് മനാഫ് അസത്യം പ്രചരിപ്പിക്കുന്നു, അർജുന്റെ പേരിൽ ഫണ്ട് പിരിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളും കുടുംബം ഉന്നയിച്ചു. പിന്നാലെ കുടുംബത്തിന്റെ ആരോപണം മനാഫ് നിഷേധിക്കുകയായിരുന്നു. ഒരു ഫണ്ടും വാങ്ങിയിട്ടില്ലെന്നും കുറ്റം ചെയ്താൽ മാനാഞ്ചിറ മൈതാനത്ത് വന്ന് നിൽക്കാമെന്നും കല്ലെറിഞ്ഞു കൊന്നോളൂ എന്നുമാണ് മനാഫ് പ്രതികരിച്ചത്. അർജുന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ മനാഫിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങൾ വന്നു. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണവും നടക്കുന്നുണ്ട്. ജിതിൻ സംഘപരിവാർ അനുയായിയാണെന്നാണ് ആരോപണം. ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ വർഗീയ ലക്ഷ്യങ്ങളുണ്ടെന്നും വിമർശകർ പറയുന്നു. അർജുൻ എന്ന വൈകാരികത വിറ്റ് മനാഫ് യൂട്യൂബ് ചാനൽ വളർത്താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണമാണ് അർജുന്റെ കുടുംബം പ്രധാനമായും ഉയർത്തിയത്. വിവാദങ്ങൾക്കിടെ മനാഫിന്റെ ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബർമാർ കുത്തനെ കൂടി. ഇപ്പോൾ 1.61 ലക്ഷം സബ്സ്ക്രൈബർമാരാണ് ചാനലിനുള്ളത്. ഒറ്റ ദിവസം കൊണ്ടാണ് സബ്സ്ക്രൈബേഴ്സ് 10,000-ൽ നിന്ന് 1 ലക്ഷം കടന്നത്. 13 ദിവസം മുൻപാണ് ചാനലിൽ നിന്ന് ഒടുവിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അർജുന്റെ ലോറി കണ്ടെത്തിയ ശേഷം യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനുമാണ് ചാനൽ തുടങ്ങിയതെന്നാണ് മനാഫിന്റെ വിശദീകരണം. അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ ആദ്യം മുതൽ അവസാനം വരെ കൂടെ നിന്നത് ലോറി ഉടമ മുബീനാണെന്ന് അർജുന്റെ സഹോദരി അഞ്ജു മാധ്യമങ്ങളോട് പറഞ്ഞു. ലോറിയും അതിലുണ്ടായിരുന്ന തടിയും മുബീന്റേതാണ്. അർജുനെ കാണാതായത് മുതൽ അർജുന്റെ കുടുംബാംഗങ്ങളും മുബീനുമാണ് ശിരൂരിൽ ഉണ്ടായിരുന്നത്. മുബീൻ എപ്പോഴും കുടുംബത്തിനൊപ്പം നിന്നു. 19-ാം തീയതിയാണ് മനാഫ് അവിടെ എത്തിയത്. മുബീനും മനാഫും സഹോദരങ്ങളായതുകൊണ്ടായിരിക്കാം ലോറിയുടെ ഉടമ മനാഫ് ആണെന്ന് പ്രചരിച്ചതെന്നും അഞ്ജു പറഞ്ഞു. നിരവധി പേർ സഹായങ്ങളുമായി മനാഫിനെ സമീപിച്ചെന്നും മനാഫ് പണം വാങ്ങാൻ തുടങ്ങിയത് വലിയ വേദനയുണ്ടാക്കിയെന്നും സഹോദരി പറയുന്നു. ഈശ്വർ മാൽപ്പയെ കൊണ്ടുവന്നത് കാർവാർ MLA സതീഷ് സെയിലാണ്. ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ തിരച്ചിൽ നടത്തി. എന്നാൽ പിന്നീട് തിരച്ചിൽ യൂട്യൂബ് വ്യൂവേഴ്സിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയുള്ള തരത്തിലേക്കായി എന്നും അഞ്ജു ആരോപിക്കുന്നു. അർജുനു വേണ്ടി തിരച്ചിൽ നടത്തിയതിന്റെ പേരിൽ മനാഫിന് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം അഭിനന്ദനങ്ങൾ ലഭിച്ചതിന് പിന്നാലെയാണ് കുടുംബം ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. എന്തായാലും നൊമ്പരമായി മാറിയ അർജുനെ കണ്ടെത്തിയ ശേഷം അതിനേക്കാൾ വേദനിപ്പിക്കുന്നൊരു വഴിത്തിരിവുണ്ടായതിന്റെ വിഷമത്തിലാണ് മലയാളികൾ.